ദൂഷിക്കുമ്പോ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ദൈവനാഥൻ മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ വായിച്ചതില് സദൃശവാക്യം 2-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അങ്ങനെ നമുക്ക് അങ്ങനെയാണെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എത്ര പേർക്ക് ജ്ഞാനമുണ്ട്, എത്ര പേർക്ക് അറിവുണ്ട്? ഓക്കെ, നമുക്ക് എങ്കിലും നമുക്ക് അറിയാം, ഇവിടെ വായിച്ച വാക്യം എങ്ങനെയാണ്? യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അങ്ങനെ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് പറ്റുന്നത്? അബദ്ധങ്ങളും ഓരോ കാര്യങ്ങളും എല്ലാം തരുന്നത് പറ്റുന്നത്. നമുക്ക് ആരും ഇന്നുവരെയും തികഞ്ഞവരല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അബദ്ധങ്ങൾ, പല കാര്യങ്ങളും, വീഴ്ചകളെല്ലാം വന്നു പോകും. എന്തുകൊണ്ടെന്നറിയാമോ? ജ്ഞാനം ഇല്ലാത്തതിന്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇന്നിവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. ആരാ? ദൈവമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ജ്ഞാനം നൽകുന്നത്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം, യാക്കോബ് 1:5. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് യാചിക്കാൻ പറഞ്ഞത്? ജ്ഞാനത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന, നമ്മൾ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ, ജ്ഞാനം കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആരോട് യാചിക്കണം? ദൈവത്തോട് യാചിക്കണം. ദൈവം എന്ത് ചെയ്യും? അത് ഔദാര്യമായി തരുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ദൈവം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ജ്ഞാനത്തെ എന്ത് ചെയ്യും? നമുക്ക് ഓരോരുത്തർക്കും തരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് വീഴാതെ, അല്ലെങ്കിൽ ഒരു വീണു പോകാതെ, ഓരോ കാര്യങ്ങൾ അബദ്ധത്തിലൊന്നും ചാടാതെ വണ്ണം നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ജ്ഞാനം വേണം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. അങ്ങനെയെങ്കിലും എത്ര പേര് ചോദിക്കും? ദൈവത്തോട് ചോദിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? കൊടുക്കും. അതിന്റെ ഒരു ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാം? അല്ലെങ്കിൽ ജ്ഞാനം എന്തിനൊക്കെയാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് എന്ത് വേണം? ജ്ഞാനം വേണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ എന്ത് വേണം? ജ്ഞാനം വേണം. ചെയ്യാതിരിക്കാനും ചെയ്യാനും എന്ത് വേണം? ജ്ഞാനം വേണം. അതുപോലെ തന്നെ ചില തീരുമാനം എടുക്കാൻ എന്ത് വേണം? ജ്ഞാനം വേണം. അതുപോലെ നമ്മൾ ചില ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് എന്ത് വേണം? ജ്ഞാനം വേണം. അങ്ങനെ നമുക്ക് ഇന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, ജ്ഞാനം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ജ്ഞാനം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ വിട്ടുമാറാതെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജ്ഞാനം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തെ നമ്മൾ മുറുകെ പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ ദുഷിക്കാതെ വേണം നമ്മൾ നേരെ നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ജ്ഞാനം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനോട് ചോദിക്കുകയാണ്, എന്ത് ചെയ്യും? ദൈവം തരുവാനായിട്ട് മതിയായ ദൈവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് ജ്ഞാനം ചോദിച്ചാൽ ദൈവം തരും. 1 രാജാക്കന്മാർ 3:12 ഒന്ന് വായിക്കാം. ഇവിടെ പറഞ്ഞെങ്ങനെയാണ്? ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്ന ആരെ കുറിച്ചാണെന്നറിയാം? ശലോമോൻ രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. രാജാവ് എന്ത് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആരോട് ചോദിച്ച്? ദൈവത്തോട് അപേക്ഷിച്ച സമയത്ത് ഇവിടെ പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചാണ്ടി. ദൈവം എന്ത് ചെയ്ത്? ഞാൻ ശലോമോന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഉള്ളൊരു ഹൃദയം ആർക്ക് കൊടുത്തു? ശലോമോന് കൊടുത്തു. അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്ത് ചെയ്ത്? ജ്ഞാനത്തെ കൊടുത്തു. അടുത്ത വാക്യം. അമ്മേനോട് പറഞ്ഞത്, നിനക്ക് സമനായവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. കർത്താവിനോട് ചോദിച്ചല്ലേ, ദൈവത്തോട് ചോദിച്ചവൻ എന്ത് ചെയ്ത്? ദൈവം കൊടുത്തു. അങ്ങനെ നമ്മളും ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ജ്ഞാനത്തെ നമ്മൾ ഓരോരുത്തരെയും നിറയ്ക്കും. അപ്പൊ നമ്മളും വിചാരിക്കും പലപ്പോഴും ദൈവത്തോട് ചോദിച്ച് നമുക്ക് തരുമോ എന്നൊരു ഡൗട്ട് തന്നെ ഉണ്ടെങ്കിൽ, ആ ശലോമോന് കൊടുത്തത്, അല്ലെങ്കിൽ ആ ജ്ഞാനികൾ ശലോമോന് ദൈവം ജ്ഞാനത്തെ കൊടുത്തുവെങ്കിൽ, അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് നിറച്ചുവെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? ദൈവത്തോട് ചോദിക്കാം. ഒരു മടിയും കൂടാതെ ചോദിക്കാം. പലതും നമ്മൾ മുന്നോട്ട് പോകേണ്ടുന്ന വഴിയിൽ നേരെ നടക്കാനായിട്ട് ജ്ഞാനം വളരെ അത്യാവശ്യം. നമ്മൾ വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ജ്ഞാനം വളരെ അത്യാവശ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മടിക്കാതെ ആർത്ത് വയ്ക്കണം? ജ്ഞാനം കർത്താവിനോട് ചോദിക്കുക. കർത്താവ് നമ്മൾ എന്ത് ജ്ഞാനത്താൽ വഴി നടത്തും. നമുക്ക് ഒരു വാക്യം വായിക്കാം, സദൃശവാക്യം 1:7. അവിടെ ഇങ്ങനെ പറഞ്ഞ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ആ വാക്യം ഇങ്ങനെ പറഞ്ഞ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ഇത്രയും നേരം ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവത്തോട് ചോദിച്ചാൽ എന്ത് ചെയ്യും? ദൈവം ജ്ഞാനത്താൽ നിറയ്ക്കും. പക്ഷെ ഇവിടെ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. പലപ്പോഴും നമ്മൾ ജ്ഞാനം കുറയുന്നതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിലുള്ള ഭക്തി കുറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിലോടുള്ള ആദ്യ സ്നേഹം, അല്ലെങ്കിൽ ദൈവസന്നിധി നമ്മൾ വന്ന അന്നത്തെ ഒരു ഭക്തി നമുക്ക് എത്ര പേർക്കുണ്ട്? അപ്പോൾ ഞങ്ങൾ കൂട്ടിച്ചെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ആദ്യം വരുന്ന സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യും? വളരെ ഭയഭക്തിയോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും. വളരെ കൃത്യനിഷ്ഠത അല്ലെങ്കിൽ സമയത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന. പക്ഷെ ഇപ്പൊ അങ്ങനെ ഉണ്ടോ? നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ ദൈവഭക്തി എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ഞാൻ മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ എനിക്ക് ജ്ഞാനം ആവശ്യം, ആ ജ്ഞാനം ഇന്ന് കുറഞ്ഞു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തോടുള്ള ഭക്തി എന്ത് ചെയ്ത് നമ്മൾ ഓരോരുത്തരിലും കുറഞ്ഞ്. ഇതുവരെ തൊട്ട് മുകളിൽ വരെ നോക്കിയത് ദൈവത്തോട് ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ എന്ത് ചെയ്യും? ദൈവം ജ്ഞാനത്താൽ നമ്മളെ നിറയ്ക്കും. പക്ഷെ ഇവിടെ വായിച്ചാൽ എങ്ങനെയാണ്? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ദൈവത്തിലുള്ള ഭക്തി എന്ത് ചെയ്യണം? നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ കൂടി വരണം. നമ്മൾ ഓരോ ജീവിതയാത്ര മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണം? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ ജ്ഞാനം നമുക്ക് വേണമെങ്കിൽ ദൈവത്തിലുള്ള ഭക്തി എന്ത് ചെയ്യണം? നമുക്ക് കൂടി വന്നേ തീരുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവഭക്തി എന്ത് ചെയ്യണം? എന്നിനൊന്ന് വർദ്ധിക്കണം. ദൈവത്തോട് എന്ത് ചെയ്യണം? ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വേറെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നേരെ നിൽക്കാനായിട്ട് ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കാതെ വേണം നമ്മൾ നേരെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമാണ്. അത് ദൈവത്തിന്റെ ആ പരിജ്ഞാനത്തിന് വേണ്ടി, ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥനയോടായിരിക്കും.